നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാധിതയായി കിടക്കുന്ന തൃപ്രയാർ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ഡിവൈഡർ അപകടക്കെണി ഒരുക്കുന്നു. പെരുമ്പുഴ പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച സത്യാഗ്രഹ സമരം. വാടനപ്പള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. വാർത്തകൾ വിശദമായി. തൃപ്രയാർ സെന്ററിൽ തകർന്നു കിടക്കുന്ന ഡിവൈഡറിൽ വാഹനമിടിച്ച് അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ ഇപ്പോഴും ഉറക്കം നടിക്കുകയാണ്. ആർക്കും ഉപകാരമില്ലാതെ വെറും ഇരുമ്പ് കഷ്ണങ്ങളായി മാത്രം തൃപ്രയാർ ജംഗ്ഷനിൽ കിടക്കുന്ന സിഗ്നലിന്റെ ഡിവൈഡറുകളാണ് അപകടക്കെണിയാകുന്നത്. അപകടത്തിൽ തകർന്ന സിഗ്നലിന്റെ വടക്ക് ഭാഗത്ത് ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഇരുമ്പ് ചട്ടക്കൂടിന്റെ ഒരു വശം റോഡിലേക്ക് തള്ളി നിൽക്കുന്നത്. ഇരുചക്ര വാഹനക്കാർ ഇതിൽ തട്ടി വീഴുമെന്ന് ഉറപ്പാണ്. രാത്രിയിൽ അപകടം ഇരട്ടിയാകും. വാഹനങ്ങൾ ഇതിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ഒതുക്കിയെടുക്കുന്നത് മൂലം ട്രാഫിക് കുരുക്കും പതിവാണിവിടെ. പ്രായോഗികത നോക്കാതെ പരസ്യവരുമാനം മാത്രം മുന്നിൽ കണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച സിഗ്നൽ തുടക്കം മുതലേ ബാധിതയായിരുന്നു. സിഗ്നലിന്റെ ഇരുവശങ്ങളിലും മതിയായ മുന്നറിയിപ്പ് വെളിച്ച സംവിധാനമില്ലാതെ സ്ഥാപിച്ചതിനാൽ പലവട്ടം വാഹനമിടിച്ച് തകർന്നു. സിഗ്നലിനെതിരെ പല സമരങ്ങളും നടന്നിരുന്നു. ഓരോ തവണ തകരുമ്പോഴും അപാകങ്ങൾ പരിഹരിക്കാതെ വീണ്ടും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. ഈയടുത്താണ് കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ച് ഏതാണ്ട് പൂർണ്ണമായും ഒരു ഭാഗത്തെ ഡിവൈഡർ തകർന്നത്. ഇത് ശരിയാക്കാനോ പൂർണ്ണമായി പൊളിച്ചു മാറ്റാനോ യഥാവിധം അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിലെ അപകട ഭീഷണിയിലായ കാഞ്ഞാണി പെരുമ്പുഴ പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ KR ജോർജ് മാസ്റ്റർ ശനിയാഴ്ച പാലത്തിന് സമീപം സത്യാഗ്രഹ സമരം നടത്തും. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ അടിയിലെ ഭിത്തി കാലപ്പഴക്കത്താൽ ഇടിഞ്ഞ നിലയിലാണ്. പലയിടത്തും കോൺക്രീറ്റ് അടർന്നു വീണു. റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ച് പുതുക്കി പണിയാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിലും റോഡ് വികസനം ഇഴഞ്ഞതോടെ പാലം പുതുക്കി പണിയുന്നത് നിലച്ചു. പാലം അപകടാവസ്ഥയിലായിട്ടും പുതുക്കി പണിയാൻ നടപടിയില്ല. ഇതോടെയാണ് പാലം പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി ജോർജ് മാസ്റ്റർ സമരം ചെയ്യാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച രാവിലെ 10:30 മണലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PT ജോൺസൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജോർജ് മാസ്റ്റർ, വിൽസൺ പണ്ടാരവളപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ ആവശ്യങ്ങളുമായി ഇതിനകം നിരവധി ഒറ്റയാൾ സമരങ്ങളാണ് 84-കാരനായ ജോർജ് മാസ്റ്റർ നടത്തിയിട്ടുള്ളത്. വാടനപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന KV സിജിത്തിന്റെ വീടിന് നേരെ വ്യാഴാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. വീട്ടിലെ വൈദ്യുതി ബന്ധം വേർപെടുത്തിയ ശേഷം ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ആക്രമണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വടികൊണ്ട് 4 ഗ്ലാസുകൾ തല്ലി തകർത്തേക്കാണ്. അതുകൂടാതെ തന്നെ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഊരി ഫ്യൂസ് ഊരി കറണ്ട് പോയതായി കാണുന്നു. അങ്ങനെ എമർജൻസി ലൈറ്റ് അടിച്ചു നോക്കിയപ്പോഴാണ്, ഒറ്റക്കെട്ട ഭാഗത്ത് നോക്കിയപ്പോഴാണ്, കല്ലെറിഞ്ഞതല്ല, അത് കാരണം കല്ലെറിയാനുള്ള സൗകര്യമില്ല, ആ ഷെഡ് ഉൾപ്പെടെ അവിടെ വന്ന് വടികൊണ്ട് അടിച്ച രീതിയിലാണ് കാണുന്നത്. ഇതിൽ വാടാനപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായൊരു പ്രദേശമാണ്. പക്ഷേ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയ ഗുണ്ടുകൾ വെച്ച് അരമണിക്കൂറോളം പകൽ സമയത്ത് പടക്കം പൊട്ടിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. സാമൂഹ്യ വിരുദ്ധരാണ് ഒരു വീടിൻ്റെ, പൊതുപ്രവർത്തകൻ്റെ വീടിന് നേരെയുള്ള ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നത് മാത്രമല്ല, ശക്തമായ നടപടി സ്വീകരിച്ച് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത വാടാനപ്പള്ളിയിലെ പോലീസിനുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് നേതാക്കളായ CM നൌഷാദ്, KS ദീപൻ, സുബൈദ മുഹമ്മദ്, MA മുസ്തഫ, EB ഉണ്ണികൃഷ്ണൻ, AK നൂറുദ്ദീൻ, CM രഘുനാഥ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. എന്തായാലും സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉടനടി ഉണ്ടായില്ലെങ്കിൽ
മറ്റു സമരമാർഗങ്ങളിലേക്ക് ഞങ്ങൾ തിരിയേണ്ടി വരും. CPIM തൃത്തല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ചിലെ ഉപ്പുപടന്ന പ്രദേശത്ത് സ്ഥാപിച്ച കൊടിമരം നശിപ്പിച്ചതായി പരാതി. BJP RSS പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് CPM തൃത്തല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ച് ഭാരവാഹികൾ ആരോപിച്ചു. 5 പേർക്കെതിരെ വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകി. ഇക്കാര്യത്തിൽ പോലീസ് കർശന നടപടിയെടുക്കണമെന്ന് CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VA ഷാജുദ്ദീൻ, KK അനിൽകുമാർ, ഓമന മധുസൂദനൻ, AR വാസു, ഗിരീഷ് മാത്തുക്കാട്ടിൽ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണം നടത്തി. താന്ത്രിക ക്രിയകൾ, ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളിപ്പ്, പറനിറയ്ക്കൽ, വിശേഷാൽ പൂജകൾ, പ്രസാദോട്ട് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് തന്ത്രി പഴങ്ങാപ്പറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഞ്ചാരിമേളത്തിന് തൃപ്പയാർ അനിയന്മാരാർ പ്രാമാണികനായി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, അംഗങ്ങളായ MV അനിൽകുമാർ, പ്രവീൺ ചെറുകര, ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുശീൽ ചാളിപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. വോട്ടർ പട്ടികയിൽ 21 വരെ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-ന്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കലിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ഇടവേള. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. SKSSF തൃത്തല്ലൂർ വെസ്റ്റ് സഹചാരി സെന്റർ നിർധനർക്ക് ശേഖരിച്ചു വരുന്ന വസ്ത്രങ്ങൾ കൈമാറി. ക്ലോത്ത് ബാങ്ക് ശേഖരിച്ച വസ്ത്രങ്ങൾ സുൽത്താൻ ബത്തേരിയിലെ വർഗീസ് ബീഗത്തിന്റെ ഏഞ്ചൽസ് പ്രവർത്തകർക്കാണ് നൽകിയത്. സഹചാരി അംഗങ്ങളായ സാബിർ, റിനാസ്, ജാബിർ, റഷീദ് അന്തിക്കാട്, അൻസാർ അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. വാടൻപള്ളി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് അംഗനവാടികളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. അംഗനവാടികളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി. പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് റഫീഖ് എന്നിവർ നവാഗതർക്ക് സ്നേഹോപകാരം നൽകി. അംഗനവാടിയുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. AR വാസു, ഓമന മധുസൂദനൻ, ഷിജിത്ത് വടക്കുംചേരി, അംഗനവാടി അധ്യാപകരായ ജോസഫീന, മിനി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 77ാം നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവവും സ്കൂളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് യാത്രയയപ്പും നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. KK രഘു അധ്യക്ഷനായി. അംഗനവാടി അധ്യാപിക PK ദീപ, ആശാവർക്കർ PP രേവതി, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പുതുതായി അംഗനവാടിയിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. സ്കൂളിൽ പ്രവേശനം നേടിയവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. തുടർന്ന് മധുര വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ ഭാവിയുടെ വാഗ്ദാനം. ഭാവിയിൽ എന്തവരാവും എന്നുള്ളത്. സാധാരണ പറയാ ഈ ശാസ്ത്രലോകമൊക്കെ പറയണത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയം മുതൽ ഏതാണ്ട് ഒരു 6 മാസം മുതൽ അതിൻ്റെ ചെവി വളരുകയാണ്. ആദ്യം വളരെ ചെവിയാണ്. കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ആദ്യം ഇതിൽ പിണ്ടത്തിൽ വളരുക, ഒരു മാംസപിണ്ടമുണ്ട്, അതിൽ ആദ്യം വളരെ ചെവി. അവിടെ നിന്ന് 2 വയസ്സ് വരെ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അതൊന്നാം ഘട്ടത്തിൽ. അവിടുന്ന് 12 വയസ്സ് വരെ അവിടെയാണ് നമ്മുടെ നിർണായകമായിട്ടുള്ള സമയം. നമ്മൾ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ മേടിച്ച് കുറേ എഴുതി കുത്തെഴുത്തല്ല, ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്താൻ. തളിക്കുളം പുളിപ്പറമ്പിൽ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു.
രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, പ്രസാദോട്ട്, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, അത്താഴപൂജ എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി PS കിഷോർ, ട്രഷറർ PS കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വടനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിലെ KG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഹംസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ KA സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി. നാട്ടിക SM കോളേജിലെ PG വിദ്യാർത്ഥിയും ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡന്റ് എക്സലന്റ് അവാർഡ് ജേതാവുമായ നിതിൻ ദാസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് സാങ്കേതികമായിട്ടുള്ള മേഖലകളായിക്കൊണ്ട് ഏതൊരു മേഖലയിലേക്ക് എടുക്കുകയാണെങ്കിലും നല്ല രീതിയിലും ചീത്ത രീതിയിലും സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിന്റെ നല്ല ഭൂമികളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകത ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വർദ്ധിപ്പിച്ചേ പറ്റുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് പഠിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മൾ പുസ്തകങ്ങൾ മാത്രം പഠിക്കുന്നതല്ല, അപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ചെയ്യുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളുള്ള കടമകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാറുണ്ട് എന്നതും കൂടി ഈ വിദ്യാഭ്യാസത്തിലൂടെ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടൊരു അറിവ് നേടി അല്ലെങ്കിൽ ജ്ഞാനത്തിനായി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വൈസ് പ്രിൻസിപ്പാൾ രാധ, PTA പ്രസിഡന്റ് AT റഫീഖ്, മുസ്തഫ സഖാഫി, VJ സുജന എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബാധിതയായി കിടക്കുന്ന തൃപ്രയാർ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ഡിവൈഡർ അപകടക്കെണിയൊരുക്കുന്നു. പെരുമ്പുഴ പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച സത്യാഗ്രഹ സമരം. വാടനപ്പള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.